ഏവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദീപ നായർ. മോഹൻജി ആൻഡ് ദ മാസ്റ്റേഴ്സ്, അതായത് ബാബ എന്ന ഗ്രന്ഥം മോഹൻജിയുടെ ശിഷ്യനായ ശ്രീ രാജേഷ് കമത്ത് എഴുതിയതാണ്. ഇതിൽ ഭക്തയോഗിയായിരുന്ന ശ്രീ വസുദേവ സ്വാമിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഗണേഷ്പുരിയിൽ നിന്നും 3 കിലോമീറ്റർ ദൂരെയാണ് വജ്രേശ്വരി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദിവ്യമാതാവിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഭഗവാൻ രാമൻ്റെ കാലത്തോളം പഴക്കമുള്ളതാണ്. ഒരിക്കൽ മഹാമുനിയായിരുന്ന വസിഷ്ഠൻ അവിടെ പവിത്രമായ ഒരു യജ്ഞം നടത്തുകയുണ്ടായി. ആ യജ്ഞത്തിലേക്ക് എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചുവെങ്കിലും ഇന്ദ്രദേവനെ മാത്രം ക്ഷണിക്കുവാൻ വിട്ടുപോയി. ഇതിൽ കുപിതനായ ഇന്ദ്രൻ ഈ ഒരു യജ്ഞം മുടക്കുവാൻ വേണ്ടി തൻ്റെ വജ്രായുധം പ്രയോഗിക്കുവാൻ ആരംഭിച്ചു. യജ്ഞം മുടങ്ങുമെന്നുള്ള സ്ഥിതി വന്നപ്പോൾ മഹാമുനിയായ വസിഷ്ഠൻ ദേവിയെ പ്രാർത്ഥിക്കുകയും അതിൽ സംപ്രീതയായ ദേവി പ്രത്യക്ഷപ്പെട്ട് ഇന്ദ്രൻ്റെ വജ്രായുധത്തെ പരാജയപ്പെടുത്തുകയും അങ്ങനെ യജ്ഞം മുടക്കമില്ലാതെ നടക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് വജ്രേശ്വരി എന്നുള്ള പേര് വന്നത്, അതായത് ദേവി ഇന്ദ്രൻ്റെ വജ്രത്തെ തടഞ്ഞ സ്ഥലമെന്ന്. പിന്നീട് ശ്രീരാമൻ തൻ്റെ വനവാസ യാത്രകൾക്കിടയിൽ ഈ പ്രസിദ്ധമായ സ്ഥലത്ത് വരികയും ഈ സ്ഥലത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് ദേവിയോട് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ഒരു സ്ഥലത്തെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിച്ചു. അങ്ങനെ ദേവി ആ പ്രാർത്ഥന കേട്ട് ഈ ഒരു സ്ഥലത്ത് തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും അവിടെ വസിക്കുകയും ചെയ്തു. പിന്നീട് 1700കളിൽ ചിമ്മാജി അപ്പ എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ, അദ്ദേഹം വളരെ ശക്തനായ ഒരു മറാത്ത സൈന്യാധിപനായിരുന്നു. അദ്ദേഹം തൻ്റെ ഒരു പ്രതിജ്ഞ നിറവേറ്റുവാനായി ഇവിടെ ഒരു വജ്രേശ്വരി ക്ഷേത്രം പണിയുകയായിരുന്നു. വിദേശ അധിനിവേശ ശക്തികളായ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുവാൻ തന്നെ സഹായിക്കണമെന്ന് അദ്ദേഹം വജ്രേശ്വരി ദേവിയോട് പ്രാർത്ഥിക്കുകയും അത് ദേവി സഫലമാക്കി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഈ ഒരു ക്ഷേത്രം പണിതത്. വജ്രേശ്വരി ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്താണ് അതേപോലെ തന്നെ ശക്തമായ മറ്റൊരു ക്ഷേത്രമുള്ളത്. ഇത് അധികമൊന്നും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ്. അടുത്ത് താമസിക്കുന്നവർക്ക് പോലും ഇങ്ങനെ ശക്തമായ ഒരു അമ്പലം ഇവിടെയുണ്ടെന്നുള്ളത് അറിയുകയില്ല. മെയിൻ റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ഷേത്രം അവിടെയുണ്ട് എന്ന് ആർക്കും മനസ്സിലാവുകയില്ല. റോഡരികിൽ ഇരുന്ന് പൂക്കൾ വിൽക്കുന്നവർക്ക് പോലും ഇങ്ങനെ ഒരു ക്ഷേത്രം അവിടെയുണ്ട് എന്ന് അറിയുകയില്ല. കാരണം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് അധികം ഭക്തരൊന്നും വരാറില്ല. മറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ക്ഷണിക്കപ്പെട്ട സന്ദർശകർക്ക് മാത്രമേ സാധിക്കാറുള്ളൂ. നവനാഥ ഗുരുക്കന്മാരിൽ പ്രധാനികളായ മത്സ്യേന്ദ്രനാഥ്, ഗോരഖ്നാഥ് എന്ന യോഗികൾ ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 2 മാസത്തോളം അവർ ദേവിയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ കഠിന തപസ് അനുഷ്ഠിച്ചു. അവരുടെ തപസ്സിൽ പ്രസന്നയായ ദേവി ഇവിടെ പ്രത്യക്ഷപ്പെടുകയും മാനവവംശത്തിനു വേണ്ടി നാഥരഹസ്യം എന്ന ഗ്രന്ഥം രചിക്കുവാനായി ഗോരഖ്നാഥിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഭഗവാൻ നിത്യാനന്ദ കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് വന്നപ്പോൾ ഗണേഷ്പുരിയിൽ താമസമാക്കുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം തൻ്റെയും ഗോരഖ്നാഥ്, മത്സ്യേന്ദ്രനാഥ് എന്നിവരുടെയും പാദുകങ്ങൾ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ഇവിടെ ഒരു ക്ഷേത്രമുണ്ടാക്കുകയും ചെയ്തു. ഒരിക്കൽ പുരി മഠത്തിൽ നിന്നുള്ള ഒരു ശങ്കരാചാര്യർ സ്വാമി ശങ്കരതീർത്ഥൻ ഇവിടെ എത്തുകയും ഭഗവാൻ നിത്യാനന്ദയെ കണ്ട് വണങ്ങുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ്, പ്രശസ്തിയാണോ മോക്ഷമാണോ വേണ്ടത്? അദ്ദേഹം മറുപടി പറഞ്ഞു, മോക്ഷം. ഭഗവാൻ നിത്യാനന്ദ അദ്ദേഹത്തോട് എല്ലാം ഉപേക്ഷിച്ച് ഇവിടുത്തെ പൂജാരിയായി ഇവിടെ താമസിക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് സമ്മതിച്ചു. കൈലാസത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട തൻ്റെ പാദുകങ്ങൾ ഭഗവാൻ നിത്യാനന്ദ അദ്ദേഹത്തിന് നൽകുകയും അത് ഇവിടെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രത്തിൽ പൂജ നടത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ക്ഷേത്രകാര്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് ഭഗവാൻ നിത്യാനന്ദ ഗണേഷ്പുരിയിലേക്ക് പോവുകയും ചെയ്തു. സ്വാമി ശങ്കരതീർത്ഥൻ്റെ സമാധി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായി സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രവുമായുള്ള ഞങ്ങളുടെ ബന്ധം ആരംഭിക്കുന്നത് വസുദേവ സ്വാമിയിലൂടെയാണ്. അദ്ദേഹം സ്വാമി നിത്യാനന്ദയുടെ ശിഷ്യനും വളരെ ശക്തനായ ഒരു നാഥഗുരുവുമായിരുന്നു. തൻ്റെ പൂർവികരെ പോലെ അദ്ദേഹവും അധികം പ്രശസ്തനൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ അദ്ദേഹം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഭക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർഗം. ഭക്തിയിലൂടെ അദ്ദേഹം തന്നിൽ തന്നെ നിലയുറപ്പിക്കുകയും അതിശക്തനായ ഒരു നാഥമാസ്റ്ററായി തീരുകയും ചെയ്തു. ഭക്തിയുടെ ഉത്തമ ഉദാഹരണമായി മോഹൻജി
എല്ലായ്പ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് സ്നേഹത്തോടെ സംസാരിച്ചിരുന്നതിനാൽ അദ്ദേഹം മോഹൻജി കുടുംബത്തിൽ വളരെയധികം പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തെ കാണുവാൻ ഭാഗ്യം ലഭിച്ചവർക്ക് അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് അറിയുവാൻ സാധിച്ചു. അദ്ദേഹത്തെ സന്ദർശിച്ചവർക്കെല്ലാം തന്നെ അത്യധികമായ മനഃശാന്തിയും അനുഗ്രഹങ്ങളും ലഭിച്ചു. മോഹൻജിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അത്യധികം ആദരവാണ് ഉണ്ടായിരുന്നത്. കൂനുള്ള ദുർബലമായ സാധാരണമെന്ന് തോന്നുന്ന ആ ശരീരത്തിൻ്റെ ഉള്ളിൽ വളരെയധികം ശക്തികൾ അദ്ദേഹം ഒളിപ്പിച്ചു വച്ചിരുന്നു. 84 വയസ്സുള്ള അദ്ദേഹത്തെ വളരെ ദുർബലനായ വൃദ്ധനായ ഒരാൾ എന്ന നിലയിൽ തള്ളിക്കളയുവാൻ എളുപ്പമായിരുന്നു. ശാരീരികമായി ദുർബലനായിരുന്നുവെങ്കിലും ശുദ്ധമായ ഭക്തിയും സമർപ്പണവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ ഉറവിടങ്ങൾ. പൊങ്ങച്ചമൊന്നും കാണിക്കാത്ത നിഷ്കളങ്കവും പരിശുദ്ധവുമായ അദ്ദേഹത്തിൻ്റെ ഭക്തിയും തൻ്റെ ഗുരുവിലുള്ള അടിയുറച്ച വിശ്വാസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ. വലിയവനാണ് താനെന്ന് നടിക്കാത്ത ഈ ഒരു വലിയ സന്യാസി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഏകദേശം 30 വർഷത്തോളം ആ ഒരു ക്ഷേത്രത്തിന് തൻ്റെ സ്നേഹപൂർണമായ സേവനം നൽകി പോന്നിരുന്നു. ഒരിക്കൽ മോഹൻജി അദ്ദേഹത്തെ കാണുവാൻ ചെന്നു. അദ്ദേഹം വലിയ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചു കൊണ്ടുവന്ന് ആ ക്ഷേത്രമാകെ കഴുകി വൃത്തിയാക്കുകയായിരുന്നു. അദ്ദേഹത്തിന് കൂനുണ്ടായിരുന്നു. നേരെ നടക്കുവാൻ പോലും വേദനാജനകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിന്. എങ്കിലും അദ്ദേഹം വലിയ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരുന്നത് കണ്ടിട്ട് മോഹൻജി അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് സുഖമാണോ? അങ്ങ് എങ്ങനെയാണ് ഇത്ര വലിയ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെയാണ് സേവിക്കുന്നത്. എൻ്റെ ശരീരത്തിന് ഒരു വേദനയുമില്ല. അതായിരുന്നു അദ്ദേഹം. ഈ ദിവ്യാത്മാവിനെ ഭക്തിയുടെ മകുടോദാഹരണമായിട്ടാണ് മോഹൻജി കരുതിയിരുന്നത്. തൻ്റെ ഫോളോവേഴ്സിൽ പലരെയും അദ്ദേഹം അവിടേക്ക് പറഞ്ഞു വിടുമായിരുന്നു, യഥാർത്ഥ ഭക്തി എന്തെന്ന് പഠിക്കുവാൻ വേണ്ടി. വസുദേവസ്വാമിയുടെ ലളിതവും എന്നാൽ അങ്ങേയറ്റം ശക്തിയുള്ളതുമായ പ്രാർത്ഥനകളെ മോഹൻജി പരിശുദ്ധ സ്നേഹത്തിൻ്റെ പ്രതീകമായി കണക്കാക്കിയിരുന്നു. മോഹൻജി ഒരിക്കൽ പറഞ്ഞു, വസുദേവസ്വാമിക്ക് ഏത് ദൈവത്തെ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇച്ഛാനുസരണം പ്രത്യക്ഷപ്പെടുത്തുവാനാകും. അദ്ദേഹത്തിൻ്റെ മനസ്സ് ശൂന്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ചിന്തയും അത്രയധികം ശക്തിയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്രയധികം ശക്തിയും അതിൽ നിറയെ സ്നേഹവും ഭക്തിയുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിളിക്കുമ്പോൾ ഒരു ദൈവത്തിനും വരാതിരിക്കാനാവുകയില്ല. എണ്ണമറ്റ മന്ത്രജപം കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ പരിശുദ്ധി കൊണ്ടാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഉദാഹരണത്തിന്, സ്വാമിജിക്ക് ഭഗവാൻ കൃഷ്ണനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കരുതുക. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കും, ഭഗവാനെ, ഞാൻ പ്രായമായിരിക്കുന്നു, എൻ്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ കാഴ്ചശക്തിയും കുറഞ്ഞിരിക്കുന്നു, ഞാൻ എങ്ങനെയാണ് ഇനി അവിടുത്തെ ദർശിക്കുക? അദ്ദേഹം ഇത്രയും പറയുമ്പോഴേക്കും ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും എത്ര സമയം ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം അദ്ദേഹത്തോടൊപ്പം സമയം ചിലവാക്കുകയും ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല, അപ്രത്യക്ഷനാകുന്നതിന് മുമ്പ് അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ തൻ്റെ ഓർമ്മയ്ക്കായി ഒരു അടയാളം അവശേഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലാകെ ഇത്തരത്തിലുള്ള അടയാളങ്ങളുണ്ടായിരുന്നു. ദിവ്യമാതാവിൻ്റെ, ഭഗവാൻ വിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങളുടെ, ഭഗവാൻ ശിവൻ്റെ, നാഗദേവതമാരുടെ, അങ്ങനെ. മോഹൻജി ഒരിക്കൽ പറയുകയുണ്ടായി, ഇത്തരത്തിലുള്ള ഓരോ അടയാളങ്ങളും ഓരോ പ്രാണപ്രതിഷ്ഠയ്ക്ക് സമാനമാണ്. ആ സ്ഥലത്തിൻ്റെ ദിവ്യശക്തിയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ള നിരവധി അടയാളങ്ങളുള്ള ആ ക്ഷേത്രം. അവിടെ ഗണേശപുരിയിലെ ഭഗവാൻ നിത്യാനന്ദ അദ്ദേഹത്തിന് പലതവണ ദർശനം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ മോഹൻജി അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം ഞാൻ ഇന്നിവിടെ ആരതി നടത്തിയപ്പോൾ ഹനുമാൻജി വരികയും ഇവിടെ ഇരുന്ന് ധ്യാനം നടത്തുകയും ചെയ്തു. ആരതി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആരോ പുറകിലിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ആരതി നടത്തിയതിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹനുമാൻജി അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. ഞാനിന്ന് വളരെ സന്തോഷവാനാണ്. കാരണം ഹനുമാൻജി അത്ര എളുപ്പത്തിൽ വരാറില്ല. അവിടെ വലിയൊരു അടയാളം ഭിത്തിയിൽ അവശേഷിപ്പിച്ചിട്ടാണ് ഹനുമാൻജി പോയിരുന്നത്. കാണുന്ന ആർക്കും അത് മനസ്സിലാകുമായിരുന്നു. അവിടെ മെഴുക്ക് കലർന്ന ഒരു രൂപം ആ ഭിത്തിയിൽ പ്രത്യക്ഷമായിരുന്നു. ഒരാൾ ചാരിയിരുന്ന് ധ്യാനിച്ചിരുന്നത് പോലെ. തൻ്റെ ലളിതമായ ജീവിതശൈലിയിലൂടെ വസുദേവസ്വാമി നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ പൊള്ളത്തരം വെളിവാക്കി തരികയായിരുന്നു. നാം എല്ലാം ഭഗവാനെ തേടി ക്ഷേത്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും അലയുമ്പോൾ ഭഗവാൻ ഇദ്ദേഹത്തെ തേടി ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. നാം എല്ലാം നമ്മുടെ മനസ്സാകെ സിദ്ധാന്തങ്ങളും ആശയങ്ങളും കൊണ്ട് നിറയ്ക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സാകട്ടെ ശൂന്യമാണ്. നാം
ആധ്യാത്മികമായി ഉയരാൻ വേണ്ടി വിവിധ തരത്തിലുള്ള സാധനകൾ അനുഷ്ഠിക്കുന്നു. ഇദ്ദേഹമാകട്ടെ നിരന്തരമായ നാമസ്മരണം മാത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് ആധ്യാത്മികമായി ഉയരുകയില്ല എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയം ശുദ്ധമായി തീരുമ്പോൾ, നമ്മൾ അർഹത നേടുമ്പോൾ ഭഗവാൻ നമ്മെ തേടി ഇങ്ങോട്ടേക്ക് വരും. വസുദേവ സ്വാമിജി പലപ്പോഴും പറയുമായിരുന്നു, യാദൃശ്ചികമായി ഈ ക്ഷേത്രത്തിൽ ആർക്കും വരാൻ സാധിക്കുകയില്ല. ഭഗവാൻ നിത്യാനന്ദ സ്വാമിയുടെയും നവനാഥ ഗുരുക്കന്മാരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉള്ള ഭാഗ്യം ചെയ്ത ജന്മങ്ങൾക്ക് മാത്രമേ ഇവിടെ വരാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുമായിരുന്നു, അവതാരങ്ങളും ദേവന്മാരും ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള അടയാളങ്ങൾ കാണുവാനും സാധാരണ ദൃഷ്ടിയിലൂടെ സാധ്യമാവുകയില്ല. അത് മൂന്നാം തൃക്കണ്ണിലൂടെ മാത്രമേ ദൃശ്യമാവുകയുള്ളൂ. ഇത്ര ശക്തിമത്തായ ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരി ഒരിക്കലും സാധാരണക്കാരനായിരിക്കുകയില്ലല്ലോ. അദ്ദേഹം തൻ്റെ പരിശുദ്ധിയും സൂക്ഷ്മതയും കൊണ്ട് വളരെയധികം ശക്തിമാനായ ഒരു സാധുവായിരുന്നു. അദ്ദേഹം ക്ഷേത്രത്തിൽ ദിവസേന ഭഗവാൻ നിത്യാനന്ദയ്ക്കും മറ്റു ഗുരുക്കന്മാർക്കും വേണ്ടി അവരുടെ മുന്നിൽ ചന്ദനത്തിരി കത്തിക്കുന്ന പതിവുണ്ടായിരുന്നു. അതിൽ നിന്ന് ഉണ്ടായിരുന്ന ഭസ്മം അദ്ദേഹം വിഭൂതിയായി കണക്കാക്കുമായിരുന്നു. അത് പലപ്പോഴും മോഹൻജിക്ക് നൽകുകയും ചെയ്യുമായിരുന്നു. മോഹൻജി ആ വിഭൂതിയെ വളരെയധികം ആദരിക്കുകയും തൻ്റെ ശിഷ്യന്മാരിൽ പലർക്കും അത് സുഖപ്പെടുത്തലിനും അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടും അത് നൽകുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ രാജേഷ് കമ്മത്ത് അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ വസുദേവസ്വാമി കുറച്ച് വിഭൂതി അദ്ദേഹത്തിന് നൽകിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഗുരുവായ ഭഗവാൻ നിത്യാനന്ദൻ്റെ ശക്തി കൊണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ ശക്തി കൊണ്ടും വളരെയധികം പരിശുദ്ധമായ ഒരു വിഭൂതിയാണ് ഇത്. ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് ഏത് അസുഖത്തെ ഭേദപ്പെടുത്തുവാനും ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും ഉപയോഗിക്കാം. എന്നാൽ നിങ്ങളിതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇത് വെറും സാധാരണ ഒരു ചാരമാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ തീരുമാനമാണ്. വസുദേവസ്വാമി തൻ്റെ എല്ലാ സിദ്ധികളും, അതായത് അവിടെ ദിവ്യാത്മാക്കൾ പ്രത്യക്ഷപ്പെട്ടിരുന്നതും അവിടെ നടന്നിരുന്ന അത്ഭുതങ്ങളും അവിടെ നടന്നിരുന്ന സുഖപ്പെടുത്തലുകളും അങ്ങനെ എല്ലാം തൻ്റെ ഗുരുവായ നിത്യാനന്ദ സ്വാമിയുടെ ശക്തിയാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിന് യാതൊരു അവകാശവാദങ്ങളും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ മനോഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി. അദ്ദേഹത്തിന് തൻ്റെ ഗുരുവിനെയല്ലാതെ മറ്റൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഗുരുവായ നിത്യാനന്ദ സ്വാമിയുടെ എല്ലാ ശക്തികളും അദ്ദേഹത്തിന് സ്വായത്തമായിരുന്നു. ഞാൻ വസുദേവസ്വാമിയിൽ മോഹൻജിയുടെ തന്നെ ഒരു പ്രതിഫലനമാണ് കണ്ടത്. ഗുരുപരമ്പരയോടുള്ള ഭക്തിയിൽ അടിയുറച്ച് ലക്ഷ്യത്തിനു വേണ്ടി മാത്രമുള്ള നിലനിൽപ്പ്. സജ്ജനങ്ങളെ, വസുദേവസ്വാമിയെക്കുറിച്ചുള്ള ഈ ഒരു അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.